നീ വിൽക്കുന്ന ആ സാധനം അത് വെറും ചവറാണ്, നിലവാരമില്ലാത്തത്. മാഷേ, അതിന് നല്ല ഡിമാൻഡാണ്. ഞാനുണ്ടാക്കിത്തരും, ഏറ്റവും മികച്ചത്, 99% പരിശുദ്ധമായത്. വാട്ട്? മാഷ് എന്താ ഈ പറയുന്നത്? മാഷൊരു അധ്യാപകനല്ലേ? എനിക്കിനി നഷ്ടപ്പെടാനൊന്നുമില്ല ജിജു. എനിക്ക് പണം വേണം, കുറച്ചൊന്നുമല്ല, എൻ്റെ കുടുംബത്തിന് ജീവിക്കാൻ. നമ്മൾ ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്നു. ഞാനുണ്ടാക്കും, നീ വിൽക്കും. ലാഭം 50-50. നിനക്ക് സമ്മതമാണോ? അതൊരു തുടക്കമായിരുന്നു. മാധവ മേനോനിൽ നിന്ന് മറ്റൊരു മനുഷ്യനിലേക്കുള്ള മാറ്റത്തിൻ്റെ തുടക്കം. തീരുമാനങ്ങൾ എടുക്കാൻ എളുപ്പമാണ്, പക്ഷേ ആ തീരുമാനങ്ങൾ നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് തിരിച്ചറിയാൻ വൈകും. മാധവൻ മേനോൻ എന്ന അധ്യാപകൻ തൻ്റെ ക്ലാസ്സുമുറി വിട്ടിറങ്ങുകയാണ് മറ്റൊരു ലോകത്തേക്ക്, പുകയുന്ന രാസവസ്തുക്കളുടെയും ഇരുട്ടിൻ്റെയും ലോകത്തേക്ക്. മാധവൻ കോളേജ് ലാബിൽ റൗണ്ട് ബോട്ടം ഫ്ലാസ്ക്, കണ്ടൻസർ, ഐഡിൻ ക്രിസ്റ്റൽസ്, റെഡ് ഫോസ്ഫറസ്. അവിടെ എത്തിയ പിയൂൺ. ആരാ അവിടെ? ലൈറ്റിട്ടിട്ടുണ്ടല്ലോ. ഒരു നിമിഷം മാധവൻ ഭയന്നു. ഞാൻ മോഷ്ടിക്കുകയാണ്. 30 വർഷം പഠിപ്പിച്ച സ്കൂളിൽ നിന്ന് എൻ്റെ കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകിയ പാത്രങ്ങളിൽ ഇനി നിറയുന്നത് മരണമാണ്. പക്ഷേ എനിക്ക് വേറെ വഴിയില്ല. മാധവനും ജിജോയും ചേർന്ന് ഒരു മൊബൈൽ ലാബ് സംഘടിപ്പിച്ചു. ഏതോ ഒരു റബ്ബർ എസ്റ്റേറ്റിൽ വെച്ച് ആരുമറിയാതെ അവരുടെ ആദ്യത്തെ മെത്ത് ഉൽപ്പാദനം തുടങ്ങി. ജിജോ: ഇതാണ് സാധനം മാഷേ, 2005 മോഡൽ ടെമ്പോ ട്രാവലർ. ആക്രിക്കടയിൽ നിന്ന് പൊക്കിയതാ, ആരും സംശയിക്കില്ല. പുറത്ത് കേറ്ററിംഗ് സർവീസ് എന്ന ബോർഡുമുണ്ട്. ഇതാണോ നിന്റെ ലാബ്? ഇതിനകത്താകെ പൊടിയും അഴുക്കുമാണല്ലോ ജിജോ. കെമിസ്ട്രിക്ക് വേണ്ടത് ശുചിത്വമാണ്. കണ്ടാമിനേഷൻ വന്നാൽ എല്ലാം നശിക്കും. ഓ മാഷേ, നമ്മൾ റോക്കറ്റ് വിടാൻ പോവുകയല്ല. സാധനമുണ്ടാക്കുന്നു, വിൽക്കുന്നു, അത്ര തന്നെ. മാഷു വേഗം പണി തുടങ്ങാൻ നോക്ക്. എനിക്ക് വൈകുന്നേരത്തിന് മുൻപ് ആന്റണി ചേട്ടനെ കാണണം. ഞാൻ പറയുന്നത് കേൾക്ക്. നീ ഈ വണ്ടി മുഴുവൻ കഴുകി വൃത്തിയാക്കണം, തറയും വശങ്ങളും എല്ലാം. എന്നിട്ട് മാത്രം നമ്മൾ തുടങ്ങും. എന്ത്? ഞാനോ? മാഷേ, ഞാൻ പാർട്ട്ണറാണ്, വേലക്കാരനല്ല. നീ കുക്ക് ചെയ്യാൻ പോവുകയാണോ? നിനക്കറിയാമോ ഫോസ്ഫീൻ ഗ്യാസ് ശ്വസിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന്? ശ്വാസകോശം വെന്തുരുകും. വൃത്തിയാക്കടാ വണ്ടി. മാധവന്റെ ശാസനം ജിജോയ്ക്ക് അത്ര പിടിച്ചില്ല. എന്നാലും അവൻ അനുസരിക്കാൻ തുടങ്ങി. ആ വണ്ടി മുഴുവൻ വൃത്തിയാക്കി അവർ പണി തുടങ്ങി. മാധവൻ: ടെമ്പറേച്ചർ നോക്കൂ ജിജോ, കൃത്യം 80 ഡിഗ്രിയിൽ നിൽക്കണം. മാഷേ, ഇത് മാഷ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പോലെയല്ലല്ലോ. മാഷൊരു സയന്റിസ്റ്റിനെ പോലെയുണ്ട്. ഇതൊരു കലയാണ് ജിജോ, വെറും പാചകമല്ല. മാറ്റർ മാറുകയാണ്, രൂപം മാറുന്നു, സ്വഭാവം മാറുന്നു. കൃത്യമായ പ്രക്രിയ നടന്നാൽ നമുക്ക് കിട്ടുന്നത് പരിശുദ്ധമായ ക്രിസ്റ്റൽസാണ്. വണ്ടിക്ക് മുകളിലൂടെ പുക ഉയരുന്നു. അവസാനം, എൻ്റമ്മോ, ഇത് നോക്കിയേ, ഇതിന് നീല നിറം പോലെയുണ്ടല്ലോ, ഗ്ലാസ് പോലെ ഇരിക്കുന്നു. ഞാനുണ്ടാക്കാറുള്ളത് മഞ്ഞപ്പൊടി പോലെയാ മാഷേ. ഇത് വേറെ ലെവലാണ്. ഇതാണ് ശുദ്ധമായ രൂപം, 99%. അന്ന് രാത്രി മാധവന്റെ വീട്ടിൽ മാധവൻ കോളേജ് ഡ്യൂട്ടിയും മെത്തുണ്ടാക്കലും കഴിഞ്ഞ് വളരെ വയ്യാടിയാണ് വീടെത്തിയത്. സുമിത്ര ഗർഭിണിയാണ്. അവൾ മാധവനെ കാത്തിരിക്കുകയായിരുന്നു. മാധവേട്ടാ, ഇപ്പോഴാണോ വരുന്നത്? സമയം 10 മണി കഴിഞ്ഞു. ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഞാൻ പേടിച്ചുപോയി. അത് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു സുമിത്രേ. കുട്ടികളുടെ പരീക്ഷയല്ലേ. ഫോണിലെ ചാർജ് തീർന്നുപോയി. ലാബിലായിരുന്നെന്ന് പറഞ്ഞില്ലേ. കെമിക്കൽസിന്റെ മണമാണ്. നീ പോയി കിടക്കാൻ നോക്ക്, എനിക്ക് വിശക്കുന്നില്ല. മാധവൻ അത് കഴിഞ്ഞ് കുളിക്കാൻ കയറി. സ്വയൻ അവനോട് ചതിക്കുന്നു. ഇതാർക്കു വേണ്ടിയാണ്? മനുവിനു വേണ്ടി, സുമിത്രയ്ക്ക് വേണ്ടി. ഞാൻ ചെയ്യുന്നത് തെറ്റല്ല. പിറ്റേന്ന് ജിജോയുടെ വീട്ടിൽ. ആന്റണി ചേട്ടാ, ഇത് സാധാ സാധനമല്ല, മാജിക്കാണ്. ഒരൊറ്റ തവണ അടിച്ചാൽ പുകില് മാറും. നീ പുതിയ കുക്കിന് കിട്ടിയെന്ന് പറഞ്ഞല്ലോ. ആരാടാ അത്? നിന്റെ കൂടെ കറങ്ങി നടക്കുന്ന ഏതെങ്കിലും അവന്മാരാണോ? അതൊക്കെ വലിയൊരാളാ, പേര് പറയാൻ പറ്റില്ല. ചേട്ടൻ ഈ സാമ്പിൾ നോക്ക്. ജിജോ ആ മെത്തിന്റെ സാമ്പിൾ ആന്റണിക്ക് കൊടുത്തു. അവനത് വലിച്ച്, ഹൂ പൊള്ളി സാധനം. എടാ ജിജോ, ഇത് നീ ഉണ്ടാക്കിയതല്ല, നിനക്ക് ഇതിനുള്ള കഴിവില്ല. ജിജോ അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി. അല്ല ചേട്ടാ, എൻ്റെ പാർട്ട്ണർ. എനിക്ക് അവനെ കാണണം. അത് പുള്ളിക്ക് താല്പര്യമില്ല. പുള്ളി സൈലൻ്റാണ്. എടാ പട്ടി, ഈ കൊച്ചിയിൽ ഞാൻ അറിയാതെ ആരും ബിസിനസ് ചെയ്യണ്ട. സാധനം കൊള്ളാം, പക്ഷെ അത് ഉണ്ടാക്കുന്നവനെ എനിക്കറിയണം. നാളെ രാത്രി
പഴയ ഹാർബറിൽ അവനെയും കൊണ്ട് നീ വരണം, ഇല്ലെങ്കിൽ എന്നും പറഞ്ഞ ആന്റണി ഒരു കത്തിയെടുത്ത് മേശയിൽ കുത്തി. നിന്നെ ഞാൻ മീനിന് വളമായി കൊടുക്കും, കേട്ടോടാ? ജിജോ പേടിച്ചു വിറച്ച്. കേട്ടു ചേട്ടാ. ജിജോ അവിടെ നിന്നിറങ്ങി മാധവനെ വിളിച്ചു. മാധവൻ ക്ലാസ്സിലായിരുന്നു. പെട്ടെന്ന് ഫോൺ അടിച്ചു. ഹലോ മാഷേ, സീനായി, പെട്ട പണിയായി, അവർക്ക് മാഷിനെ കാണണമെന്ന്. എന്ത്? ഞാൻ പറഞ്ഞതല്ലേ എന്റെ കാര്യം പറയരുതെന്ന്. അവൻ സമ്മതിക്കുന്നില്ല മാഷേ, നാളെ ചെല്ലണം, ഇല്ലെങ്കിൽ എന്നെ കൊല്ലും. അവരൊക്കെ വലിയ ടീമാണ്. മാഷ് വരണം പ്ലീസ്. ശരി, ഞാൻ വരാം. പക്ഷെ ഇനി കാര്യങ്ങൾ എന്റെ രീതിയിലായിരിക്കും. രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ പ്രയാസമാണ്, പ്രത്യേകിച്ചും അത് രക്തത്തിൽ എഴുതിയതാവുമ്പോൾ. അടുത്ത അധ്യായത്തിൽ മാധവ മേനോൻ തന്റെ ആദ്യത്തെ പരീക്ഷ നേരിടുന്നു. വോയിസ്ലി ഓഡിയോ പരമ്പര കേൾക്കൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.